ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചേറ്റുവ കടപ്പുറത്ത് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. പുളിമുട്ടെന്നാണ് സാധാരണ ഇതിന് പറയുക. എനിക്കറിയില്ല എക്സാക്ട്ലി എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്നുള്ളത്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നന്നായിരുന്നു. പുലിമൂട്ടാണോ പുളിമൂട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ കരുതിയാ ഇറക്കം തന്നെ അങ്ങോട്ട് തന്നെ ഉള്ളത് പറയാലോ. ഇറക്കാണോ ഏറ്റാണോ എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്നൊന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും നമ്മളത് ബാക്കിയുള്ളവരൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളങ്ങ് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. അപ്പം നമ്മൾ ഫസ്റ്റ് ലൂറൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. ചേറ്റുവ ബീച്ചിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ കാണുന്നത് നമുക്ക് ഫിഷിംഗ് ഹാർബറാണ്. ലിജോ ചെമ്മീൻ ഇട്ടുണ്ട്. ഞാനൊന്ന് ലൂറൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു, സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പറഞ്ഞ പോലെ നമ്മൾ ലൂറൊക്കെ നന്നായി ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമുക്ക് ലൂറ് കൊണ്ട് പിടിക്കാൻ അറിയാത്തതാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇതൊന്നും നമ്മൾ ആരുടെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ അവിടെ മീനില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും ലിജോനും കുറച്ച് നേരമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും കിട്ടാണ്ടായപ്പോൾ നമുക്ക് പതുക്കെ സ്ഥലം മാറി നോക്കിയാലോ എന്നിങ്ങനൊരു ഐഡിയ വന്നു. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ആ നമുക്ക് ഞാനൊരു 5-10 വർഷം എറിഞ്ഞു നോക്കിയിട്ട് 2 സൈഡിൽ എറിഞ്ഞു നോക്കാം. പിന്നെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നെവർ ഗീവ് അപ്പ് എന്നുള്ള ഒരു ക്യാപ്ഷൻ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ചിലപ്പോൾ മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടില്ല. അപ്പോൾ എല്ലാതും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മൾ മീൻ പിടിക്കാൻ പോകും. ഇനി ചിലപ്പോൾ മീൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടാവും. എങ്കിലും തളരരുത്. ഓരോ അരിമണിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഓരോ മീനിലും നമ്മുടെ പേരുണ്ടായിരിക്കും. അപ്പം നമ്മൾ തന്നെ വേണം ആ മീനിനെ പിടിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട. നമ്മളവിടെ കൊച്ചു കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഈച്ചടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിജോനൊരു സ്ട്രൈക്ക് കിട്ടിയത്. ലിജോന് ഒരു മീനടിച്ചിട്ടുണ്ട് ഫസ്റ്റ്. ഏതാണെന്ന് കുഴപ്പമില്ല. പോരാ ഫസ്റ്റ് മീനടിച്ചു ഏട്ടനെ കുത്തിയിട്ടാ. നമുക്ക് എടുക്ക്, നമുക്ക് അതിനെ കുത്തിയിട്ട് ഇടാം. കാരണം തന്നെ അവനെ കുത്തിയിട്ട് ഈ സൈഡിലിട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് എടുക്കട്ടെ. എങ്ങനെ അതിന് ഞാൻ ഇത് മാറ്റിയിട്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിജോൻ്റെ അവിടെ നിന്ന് വേറൊരു കോൾ വരണേ, സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റോഡൊക്കെ എടുത്ത് ക്യാമറയൊക്കെ എടുത്ത് ലിജോൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താണെന്ന് നോക്കാൻ വേണ്ടി. തരണ്ടി അങ്ങനെ ലിജോനൊരു തെരണ്ടിനെ അടിച്ചു. അതിൻ്റെ നെയിലുണ്ട് അടിയിലത്തെ. അത് പറയണം കേട്ടോ. ഇങ്ങോട്ട് അടിപൊളി. എന്തായാലും കുഴപ്പമില്ല.
സംഭവം സാധനമാണ്. വാ 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 വാ. ആ കല്ലുമേരിട് അതിൻ്റെ കൊമ്പൊടിക്കണം. ആ വാലുമുള്ളു. ആ അത് പിടിക്കരുത് കേട്ടാ, അങ്ങനെ പിടിക്കരുത്. ഇതുകൊണ്ട് പിടിക്കും, ഈ സാധനം കൊണ്ട്. പൊട്ടിക്കാൻ നല്ലത്. അത് പൊട്ടിച്ചോ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അതൊന്നും നടക്കുള്ളൂ. എന്തായാലും പുള്ളിയാണോ? പുള്ളിയല്ല, പുള്ളിത്തരണ്ടില്ല. ഇത് സാധാരണ നോർമൽ തരണ്ട്. എന്താ പറയാൻ പറ്റില്ല. അങ്ങനെ അടുത്ത ഏട്ടനെ കൊണ്ടുപോവാം എന്തായാലും. പറ്റിച്ച് പടയ്ക്കാം. കിട്ടിയത് പറഞ്ഞ പോലെ നമ്മൾ കളയണ്ട. തിരണ്ടിന് കുത്തരുത്തിട്ട് നീ തിരണ്ട് നീ കൂട്ടിട്ട് കയ്യാങ്ങളെ ആകരുത്. തിരണ്ടിന് കൊമ്പൊക്കെ മുറിച്ചിട്ട് വന്നോട്ടോ, പേടിച്ചിട്ട് മാറിപ്പോയി. നല്ല ആവുതല്ലോ കേട്ടോ. ചത്തട്ടില്ലേ ഇതാണ്ട് ചത്തട്ടില്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഫിഷിങ് ചെയ്തു, കുറച്ച് മീനൊക്കെ കിട്ടി. നമ്മളെന്നാലും ഹാപ്പിയാണ്. മീൻ കിട്ടിയാലും മീൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. കാരണം ഫിഷിങ് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനൊരു നല്ലൊരു ആശ്വാസവും സമാധാനമൊക്കെയാണ്. ആ ഒരു സന്തോഷം ആര് പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.